ഇല്ല. പക്ഷെ എന്തോന്നറിയില്ല, ഈ കേകയത്തിരിക്കുമ്പോഴും വല്ലാതെ വിഷമിച്ചു. ആളുകൾ സുഹൃത്തുക്കളൊക്കെ വന്നിരുന്നിട്ട് തമാശയൊക്കെ പറയുന്നുണ്ട്. ആർക്കും തമാശയായിട്ട് തോന്നുന്നില്ല. ഭരതൻ അതൊന്നും കേട്ടിട്ട് ഒരു സന്തോഷവും ഇല്ല, ഒരു വികാരവും ഇല്ല, എന്തെങ്കിലും ഒരു മാറ്റവും ഇല്ല, എന്തോ ഒരു വേവലാതി. അപ്പോൾ സുഹൃത്തുക്കൾ ചോദിച്ചു, എന്താ ഇങ്ങനെ സന്തോഷമില്ലാണ്ടിരിക്കണത്, എന്തൊരു വ്യസനം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്താ ശരിക്കൊരു സുഖം തോന്നുന്നില്ല എന്ന് പറയും. എന്താ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്താ കണ്ട സ്വപ്നം? അതെ, അച്ഛൻ ഇങ്ങനെ ദേഹം മുഴുവൻ അഴുക്ക് പരണ്ടിട്ടേ, എൻ്റെ അച്ഛൻ അഴുക്ക് ഇങ്ങനെ പരണ്ടിട്ട് ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് അച്ഛൻ എന്ത് ചെയ്യണു, അവിടുന്ന് ഒരു മാലിന്യം നിറഞ്ഞൊരു ചാണകക്കുഴിയിലേക്ക് അച്ഛൻ ഇങ്ങനെ വീഴണതാ കണ്ടത്. എന്താ ഇപ്പം പറയേണ്ടത്? ദേഹം മുഴുവനും എന്താണ്, അച്ഛനാണെങ്കിൽ മുടിയൊക്കെ കെട്ടഴിഞ്ഞിട്ട് കുടുമയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും നേരെ വൃത്തിയിൽ കെട്ടാതെ കെട്ടഴിഞ്ഞ് പരന്നിട്ട് ഈ കുടുമ അഴിച്ച് കെട്ടഴിഞ്ഞ് പരന്ന് കിടക്കണമെന്ന് പറയുന്നത് തന്നെ ഒരു നല്ല സമ്പ്രദായം. പഴയ കാലത്ത് കുടുമ എന്ന് പറയില്ലേ, ആ കുടുമ എങ്ങനെയാ വെച്ചാൽ ഈ വല്ല മരണോ പേലയൊക്കെ ഉണ്ടാവില്ലേ, ആ സമയത്ത് കുടുമ കെട്ടില്ല, അഴിച്ചിടുക ചെയ്യുക. കുടുമ അഴിച്ചിട്ടയാളെ കണ്ട എന്ത് മനസ്സിലാക്കാം? വെളിച്ചാകുമ്പോൾ ഉണങ്ങാനൊക്കെ അഴിച്ചിട്ടുള്ള മാതിരിയല്ല, ഇത് സ്ഥിരമായിട്ട് അഴിച്ചിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയിൽ ഒരാളെ കണ്ടാൽ എന്ത് മനസ്സിലാക്കണം? എന്തോ ഒരു, ഇപ്പം നമ്മൾ നല്ലോണം ചന്ദനോ ഭസ്മൊക്കെ കൂറിയിട്ട് നടക്കണ ഒരാളെ ഒരു ദിവസം ഇതൊന്നും ഇല്ലാതെ കണ്ടാൽ എന്ത് തോന്നും? ഇത് വില എന്തെങ്കിലും ഉണ്ടോ? എപ്പോഴും ഇങ്ങനെ കാണുന്ന ഒരാളെ അതില്ലാണ്ട് കണ്ടാൽ നമുക്ക് എന്ത് തോന്നും? തീരെ ഇല്ലാത്ത ആളെ കണ്ടാൽ ഒന്നും തോന്നില്ല, തോന്നുമോ? അദ്ദേഹത്തെ അങ്ങനെ തന്നെയാണ് മുമ്പും കണ്ടതേ. ഇതൊക്കെ ഉള്ള ഒരാളെ അതില്ലാതെ ഒരു ദിവസം കാണുമ്പോൾ നമുക്ക് തോന്നി, എന്താ ഒരു ശ്രദ്ധയില്ലാൻ്റെ കയ്യിൽ എന്താ പറ്റി? അവൻ പറയും ഇങ്ങനെ, വിലയാ, അതറിഞ്ഞില്ല, കണ്ടോ? അങ്ങനെ പറയില്ലേ നമ്മൾ? അതുപോലെ ഈ രാജാവ് മുടിയൊക്കെ കെട്ടഴിച്ചിട്ടിട്ട് ഇങ്ങനെ ഒരു മട്ടിൽ സുഖമില്ലാണ്ട കാണണോ? രാജാവാണെങ്കിലോ ഈ ചാണകക്കുഴിയിലേക്ക് വീഴണോ എന്ന് മാത്രമല്ല, ആ ചാണകക്കുഴിയിൽ വീണ് രാജാവ് മുങ്ങണോ പൊങ്ങണോ അങ്ങനെ പൊങ്ങി വരുന്ന രാജാവ് കൈക്കുടന്നയിലേക്ക് എണ്ണ ഇങ്ങനെ വാങ്ങി ഇങ്ങനെ കുടിക്കുക. എന്ത് കുടിച്ച? ഈ എണ്ണ കണക്കിൽ വെച്ചോളൊക്കെ നല്ല സമ്പ്രദായങ്ങളല്ല. ഈ എണ്ണയിട്ട് എണ്ണ തേച്ചിട്ട് എണ്ണയോട് മുഴുകി ഇതൊക്കെ സ്വപ്നത്തിൽ കാണണോ? എണ്ണ ഇങ്ങനെ എടുത്ത് കുടിക്കണതോ. അപ്പോഴെന്താണ്ടായെന്ന് അറിയില്ല, ചിരിച്ചുകൊണ്ട് വീണ്ടും എണ്ണ ഇങ്ങനെ കുടിക്കുക. അപ്പോഴേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, അതിൻ്റെ ശേഷം എള്ള് കൂട്ടി കുഴച്ച് ചോറുണ്ണണു. ആര്? നല്ല കാര്യമായി. അതൊക്കെ എപ്പോഴാണ് ഉണ്ണുക? ദുശകുനത്തിൻ്റെ എണ്ണ കുടിക്കലും എപ്പോഴാണ്? ഇതൊക്കെ ഈ ക്രിയയുടെ സമയത്തല്ലേ ഈ എണ്ണയുണ്ടുള്ള ക്രിയൊക്കെ നടത്തണതേ. അതുകൊണ്ടൊന്നും പറയണ്ട. അങ്ങനെ എള്ള് ചേർത്ത് ചോറുണ്ണണോ, വീണ്ടും ഇങ്ങനെ തല താഴ്ത്തി വെച്ച് തലയിലും ദേഹത്തൊക്കെ എണ്ണ ഇങ്ങനെ തേച്ച് എണ്ണയിൽ ഇങ്ങനെ മുങ്ങണോ. മാത്രമല്ല ഈ സമുദ്രത്തിലെ വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റിപ്പോയത് എപ്പോഴേക്ക് ഞാൻ കണ്ടു. ചന്ദ്രൻ ഭൂമിയിൽ നിലകുത്തണ വീഴുകയും ചെയ്തു. ആരൊക്കെയോ വന്ന് ആക്രമിക്കുന്നുണ്ട്. ആരാന്ന് എനിക്ക് മനസ്സിലാവണില്ല. എല്ലാ ദിക്കിലും ഇരുട്ടാണ്, ഒന്നും വ്യക്തതല്ല. ഈ സ്വപ്നത്തിൽ നമ്മൾ പല ജാതി കാണുമല്ലോ, ബന്ധമൊന്നും ഇല്ലാത്തതാ കാണുക, യുക്തി ഉണ്ടാവില്ല ഇതിന്. കണ്ടിട്ടില്ലേ? അതൊക്കെ തന്നെ ഇവിടെ ഉണ്ടായത്. കണ്ണു പറയും ചെയ്തു, രാജാവിൻ്റെ ആനയുണ്ടല്ലോ, രാജാവിൻ്റെ ആന. ഈ രാജാവിൻ്റെ ആനയുടെ കൊമ്പ് 100 കഷ്ണമായിട്ട് നുറുങ്ങി അങ്ങോട്ട് പോയി. അങ്ങനെ ഉണ്ടായത്. പെട്ടെന്ന് അങ്ങോട്ട് തീ ആളി കത്തി വന്നു, അത് പെട്ടെന്ന് അങ്ങോട്ട് കെട്ടണഞ്ഞ് പോവുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഭൂമി പിളരുന്നതും മരങ്ങളൊക്കെ ഉണങ്ങിപ്പോണതും പുക ഇങ്ങനെ പരന്ന് നടക്കുന്നതും പല ദിക്കിലും കണ്ടു. പർവ്വതങ്ങളൊക്കെ താനേ നിന്ന് പിളർന്നു പോവുക. ഇതൊക്കെ ഞാൻ സ്വപ്നത്തിൽ കണ്ടതാണ്. പിന്നെ മാത്രമല്ല എന്താണെന്ന് വെച്ചിട്ടോ, ആ സമയത്താണ് ഉരുക്കോണ്ട് ഉണ്ടാക്കിയൊരു കസേരയമ്പിൽ കറുത്ത വസ്ത്രം ധരിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഇരിക്കണോ. എന്നിട്ട് എന്ത് ചെയ്യണോ, കറുത്ത നിറമുള്ള കുറേ എണ്ണ ഉണ്ട് അതിൻ്റെ കൂടെ ഉണ്ട്. മഞ്ഞ നിറമുള്ള കുറേ, ഈ കറുത്ത നിറവും മഞ്ഞ നിറമൊക്കെ ഉള്ള കുറേ ഈ കാട്ടാളത്തി പോലെയുള്ള സ്ത്രീകൾ നിന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണോ, പരിഹസിച്ച് ഇങ്ങനെ ചിരിക്കണു. കറുത്ത ഇരുമ്പിൻ്റെ കസേരയിൽ, ഉരുക്കിൻ്റെ കസേരയമ്പിൽ ഇരുന്ന് ചിരിക്കണോ. അപ്പോഴല്ലേ എന്താ ഉണ്ടായത്? അച്ഛനാണെങ്കിൽ നോക്കൂ, കഴുത്തിലൊരു ചുമന്ന മാലയൊക്കെ ഇട്ടിട്ട് കഴുതകളെ പൂട്ടിയ തേരിൽ അച്ഛൻ ഇങ്ങനെ പോണു. ഒക്കെ മഹാമോശമായ സമ്പ്രദായങ്ങളാണ്. ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടു. ചുമന്ന വസ്ത്രം ധരിച്ച് വികൃത മുഖമുള്ളൊരു സ്ത്രീ വന്നിട്ട് അച്ഛനെ ഒരു രാക്ഷസി അച്ഛനെ ഒന്ന് പിടിച്ചിങ്ങനെ വലിക്കുക. അതാരാവും? അതിവിടെ ഉണ്ടാ സാധനം. അതാരും സാരി എന്ന് ചുമന്നതാണോ നമുക്ക് അറിയില്ല. ആരുടെയും ശരിയല്ലേ ഇത്? ഇതൊക്കെ ആര് സ്വപ്നത്തിൽ കാണുന്നുണ്ട്? പറഞ്ഞ മാതിരിയാണ് കാണുന്നത്. എന്നിട്ട് എന്താ ചെയ്യണോ, അച്ഛനെ ചുമന്ന വസ്ത്രം ധരിച്ച കാട്ടാളത്തിൽ രാക്ഷസി ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പോഴേ അവളിങ്ങനെ അട്ടഹസിച്ചും കൊണ്ടേ ഇരിക്കണം. എന്നിട്ട് രാജാവിനെ ഇങ്ങനെ വലിച്ചഴക്കുകയാണേ. ഇതാണ് ഞാൻ രാത്രിയിൽ കണ്ട ഭയങ്കരം പേടിപ്പിക്കുന്ന ജാതി സ്വപ്നം കണ്ടതേ. അത് കണ്ടതിൻ്റെ ശേഷം എനിക്കൊരു സമാധാനം കിട്ടണില്ല. ഈ രാത്രി ഈ സ്വപ്നം കണ്ടത് കാരണം എനിക്കിങ്ങനെ തോന്നുന്നു, ഒന്നുകിൽ ഞാൻ
അല്ലെങ്കിൽ അച്ഛൻ, അല്ലെങ്കിൽ ലക്ഷ്മണൻ, അല്ലെങ്കിൽ രാമൻ, ആരോ ഒന്ന് മരിക്കേണ്ട ലക്ഷണം ഇത് കാണുന്നത്. ആരുടെ ഒരാളുടെ മരണത്തിൻ്റെ ലക്ഷണം ഇത് ആരുടെ എനിക്ക് മനസ്സിലാവണില്ല. ഈ കഴുത പൂട്ടിയ തേരിൽ പോണതൊക്കെ സ്വപ്നത്തിൽ കണ്ടാൽ കാണുന്ന ആളുടെ അങ്ങനെ ഉണ്ടല്ലോ, ഈ കഴുതയെ പൂട്ടിയിട്ടുള്ള തേരിൽ ഒരാൾ ഇങ്ങനെ പോണൂന്ന് കണ്ടാൽ എന്താണ്ടാവുക എന്നറിയൂ? ആരാണോ അങ്ങനെ പോണത്, ആ പോണ ആളുടെ ശരീരം ദഹിക്കണേ ആ ചിതയെന്ന് വരുന്ന പുക കൊള്ളണ്ട യോഗം ഉണ്ടാവും എന്നാ പറയുക. ഇവിടെ പാരാവതേര് പോയത് കണ്ടത് മനസ്സിലായില്ലേ? ഈ ചിതാധൂമം എന്നാണ് പറയും. ചിതാധൂമം എന്ന് പറഞ്ഞാൽ ഈ ശവദാഹം കഴിക്കുമ്പോൾ നമ്മൾ പുക കൊള്ളാനുള്ള യോഗം ഉണ്ട് എന്ന്. ഈ ശവദാഹത്തിൻ്റെ പുക കൊള്ളാനുള്ള യോഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റും ക്രിയ ചെയ്യണേ ആൾ അതാരായിരിക്കും? അത് വേണ്ടപ്പെട്ട ആളുകളായിരിക്കുമല്ലോ. ആ പറഞ്ഞതിൻ്റെയൊക്കെ ആശയം മനസ്സിലാവണില്ലേ? മഹാദുശകുനം. ഇതാണ് ഞാൻ ഈ കാരണം കൊണ്ടാണ് എനിക്ക് ദുഃഖം കലശലായത്. നിങ്ങളാരും പറഞ്ഞതിനൊന്നും എനിക്ക് ആസ്വദിക്കാനൊന്നും തമാശയൊന്നും ആസ്വദിക്കാൻ പറ്റാണ്ടിരിക്കണത് എന്ന് ഭരതൻ എങ്ങനെ പറഞ്ഞു. അപ്പം എന്തായാലും ഭരതേ ബ്രുവതി സ്വപ്നം, ഭരതൻ ഈ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സമയത്ത് ദൂതാസ്തേ ക്രാന്തവാഹനാഹ പ്രവിശ്യ സഹ്യപരിഘം രമ്യം രാജഗൃഹം പുരം. രാത്രിയിൽ കണ്ട ഈ ദുസ്വപ്നത്തെക്കുറിച്ച് രാവിലെ എണീറ്റ് കുളിയും ദേവാരം കഴിഞ്ഞ് വന്നിരുന്ന ഈ ഉണ്ണി തൻ്റെ ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊട്ടാരത്തിൽ ആര് പ്രവേശിച്ചത്? ഈ ദൂതന്മാര് വന്ന് കയറി പ്രവേശിച്ചതേ. അതായത് ഭരതേ ബ്രുവതി, ഭരതൻ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ദൂതന്മാര്, എങ്ങനെയുള്ള ദൂതന്മാര്? ക്രാന്തവാഹന, അവർ വേഗം അങ്ങനെ ഓടി ക്ഷീണിച്ച കുതിരയുള്ള ആ ദൂതന്മാര്. അപ്പം അവർ ഇന്നലെ രാത്രി പാതിരയ്ക്കാണ് രാജ്യത്തെത്തിയത്. പാതിരയ്ക്ക് കൊട്ടാരത്തിൽ ഒന്നൊരു ഔദ്യോഗിക കാര്യം നടത്താൻ പറ്റില്ല. നമ്മളൊരു ആഫീസിക്ക് രാത്രി പോയിട്ട് കാര്യമുണ്ടോ? പകൽ പോയാലല്ലേ തുറക്കുള്ളൂ. അപ്പം അവിടേക്ക് ചെന്നിട്ട് രാജാവിൻ്റെ അടുത്ത് ചെന്നു. അശ്വപതി നമുക്ക് സമാഗമ്യതുരാജ്ഞാച രാജപുത്രേണ ചർച്ചിതാഹ. എന്ത് ചെയ്തു? അപ്പം രാജപുത്രൻ എന്ന് പറഞ്ഞാൽ യുധാജിത്ത് രാജാവ് അശ്വപതി രാജാവും ഉണ്ട്, മകൻ യുധാജിത്തും കൂടിയിട്ട് ആരെ സ്വീകരിച്ചു? ഈ പിന്നെ നമ്മുടെ ദൂതന്മാർ. എവിടെ നിന്ന് വന്ന ദൂതന്മാരാണ്? അയോധ്യയിൽ നിന്ന് വന്ന ദൂതന്മാർക്ക് വലിയ സ്ഥാനം ഉണ്ടല്ലോ. എന്താ വെച്ചാൽ മകളെ കൊടുത്ത സ്ഥലത്തുനിന്ന് വരില്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ഇവരെന്താ ചെയ്തു വെച്ചാൽ ഈ ദൂതന്മാർ നല്ല വിദ്വാൻമാരാണ്. അവർ ചെന്നിട്ട് രാജ്ഞപാദവും ഗൃഹീത്വാത്തു, രാജാവിൻ്റെ പാദം തൊട്ടു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? അശ്വപതി മഹാരാജാവ് ഇത്തിരി പ്രായമുള്ള ആളാണ്. അദ്ദേഹം കൈകേയിയുടെ അച്ഛനാണെങ്കിലും അശ്വപതി ഒരു യോഗ്യനാണ്. യോഗ്യൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കൈകേയിക്ക് നമ്മൾ കണ്ട ജാതി സ്വഭാവം ഒന്നും ഇല്ലാത്തൊരു മഹാനാണ് ആര്? അശ്വപതി. അതുകൊണ്ട് അശ്വപതി ഒരു വലിയ ബഹുമാന്യനാണ്. അശ്വപതിയുടെ മകൻ യുധാജിത്തും ഒരു പരമമാന്യനാണ്. അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ഈ സാധനം ഉണ്ടായാവോ? ഏത് കൈകേയി വാസ്തവം പറഞ്ഞാൽ കൈകേയും അങ്ങനെ അടിസ്ഥാനമായിട്ട് ദുഷ്ടത്തിയല്ല. ശ്രദ്ധിച്ചില്ലേ നമ്മൾ? കൈകേയി നല്ല സമ്പ്രദായക്കാരിയായിരുന്നു. പിന്നെ മറ്റേ സാധനത്തിൻ്റെ കൂടെ കൂടിയപ്പോഴാണ് മറ്റുള്ള വാട്ടർ ടാങ്ക് കഴുകങ്ങ് പോയില്ലേ ആര്? അതാണ് ആ ദുഷ്ട പകർന്നതാണ്. ചിലപ്പോൾ ഈ മന്ധര അന്ന് അപ്പണി ചെയ്തില്ല വെച്ചാൽ ചിലപ്പോൾ ഇപ്പണികളൊന്നും ഇവിടെ ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം അതാണ് നമ്മളെപ്പോഴും ഈ ദുഷ്ട സംസർഗത്തിന് നല്ലോണം നോക്കണം. എത്ര നല്ലതാണെങ്കിലും കഞ്ചളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. അതിനൊക്കെ എഴുത്തച്ഛനാ നല്ലത്. എന്താത്? കഞ്ചളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. നല്ല സ്വർണത്തിൻ്റെ ആഭരണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അഴുക്കും മെഴുക്കും ചളിയും എന്ന് പറഞ്ഞാൽ തിളങ്ങുക. അപ്പം നമ്മൾ കമ്മലോ മാലയൊക്കെ കുറേ കാലം അങ്ങനെ ഇട്ടിട്ടിട്ട് വെച്ചാൽ ഈ മെഴുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? മെഴുക്ക് അതുപോലുള്ള വസ്തുക്കളൊക്കെ പെരണ്ട എന്തുണ്ടാവില്ല, ഒരു തിളക്കം ഉണ്ടാവില്ല. അപ്പം നമ്മൾ വല്ല വിശേഷം വരുമ്പോൾ ഇത് കൂരിയിട്ട് എന്ത് ചെയ്യും? നല്ലോണം തേച്ച് വെടുപ്പാക്കിയാലോ. പുതിയ കമ്മല. എന്ത് കമ്മല? പുതിയതൊന്നല്ല, അത് പണ്ട് 50 കൊല്ലം മുമ്പ് 19 കൊല്ലം മുമ്പ് പണ്ടെങ്ങാണ്ട് പണിതതാണ്. പക്ഷെ അത് വൃത്തിയായിട്ട് അതിൻ്റെ അഴുക്കൊക്കെ ഇങ്ങോട്ട് പോയപ്പോഴേ പുതിയതുപോലെ കണ്ടോ. കഞ്ചളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. ചെളിയും മെഴുക്കും വന്ന് പെട്ടാൽ സ്വർണ്ണാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രഭ ഉണ്ടാവില്ല. അതുകൊണ്ട് ദുഷ്ടസംസർഗം വന്നു കൂടിയാൽ എത്ര കേമായാലും എന്തുണ്ടാവില്ല, ആ നന്മകളൊന്നും ശോഭിക്കില്ല. ഇവിടെ രാജാവിൻ്റെ അടുത്തേക്ക് ചെന്ന് കാൽക്കൽ ചെന്ന് നമസ്കരിച്ചു ആ ദൂതന്മാർ. അപ്പം രാജാവ് ഒരു ബഹുമാന്യനായതുകൊണ്ടാണ് അച്ഛനെ പോലെ തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ദശരഥ മഹാരാജാവിൻ്റെ ഒക്കെ ഒരു ഛായ ആർക്കും തോന്നിയിട്ടുണ്ടാവും. അത് നമ്മൾ പിന്നെ അങ്ങനെയല്ലേ, മുടിയും താടിയൊക്കെ നരച്ച് നല്ലൊരു സ്ഥാനത്തൊരു യോഗ്യനായിട്ടൊരാൾ തേജസ്വിയായിട്ടിരിക്കുമ്പം ആരായാലും നമ്മളൊന്ന് തൊഴുതു പോവില്ലേ? അതെന്താ കാരണം? ആ ഇരിക്കുന്ന ആളുടെ ഒരു തേജസ്സും ഓജസ്സും പ്രഭയും ചിലരൊക്കെ കണ്ടാൽ നമ്മൾ അറിയാതെ ഒന്ന് തൊഴുതു പോകും. ആരാശം ഉണ്ടാവില്ല. എന്നാലും നമുക്കൊരു തൊഴാനൊരു വിഷമം തോന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രൗഢിയാണ്. രാജാവിനെ നമസ്കരിപ്പാതു എന്നാണ് കാൽക്കൽ തന്നെ തൊട്ട്. അവർ നല്ല വിനയുള്ളവരാണ്. ആര്?
വസിഷ്ഠർ പറഞ്ഞയച്ച ദൂതന്മാർ നല്ല തെരഞ്ഞെടുപ്പ് അസലായിട്ടുണ്ട്. അവർ വന്ന് തൊഴുതിട്ട് എന്തേ ചെയ്തു വെച്ചാൽ അവർ ഭരതനോട് ആയിട്ട് പറയുകയും ചെയ്തു. എന്താ വെച്ചാൽ അവിടുന്ന് പറഞ്ഞ മാതിരി പറയും. വസിഷ്ഠർ എന്താ പറഞ്ഞത്? പുരോഹിതനും കുശലൻ ചോദിക്കണോ എന്നാ പറഞ്ഞത്. അപ്പൊ രാജാവ് ചോദിക്കണതിന് പകരം ആര് ചോദിച്ചാലും മതി, പുരോഹിതൻ ചോദിച്ചാലും മതി. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ ചില ദിക്കിലൊക്കെ ഒപ്പിടേണ്ടതിന് അദ്ദേഹം ഇല്ലെങ്കിൽ ആരോ ഒപ്പിട്ടാലും മതി, മറ്റേയാളുടെ ഒപ്പായാലും കാര്യം ഒന്നും കുഴപ്പമില്ലാണ്ട് നടക്കും എന്ന് പറഞ്ഞാൽ മാതിരി പുരോഹിതനും മന്ത്രിമാരും അങ്ങയോട് കുശലം ചോദിക്കുകയാണേ. അതുകൊണ്ട് ഉണ്ണി ഭരതകുമാര അങ്ങ് എന്ത് ചെയ്യണം? ഉടനെ പുറപ്പെടണം, അത്യാവശ്യമായ കാര്യമുണ്ട്. ആര് പറഞ്ഞു? ഈ ദൂതന്മാർ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഈ പറഞ്ഞ എന്താ പറയുക, സമ്പത്ത്, സ്വർണം, പട്ട്, ഈ ജാതി സാധനങ്ങളൊക്കെ ഇതൊക്കെ അങ്ങോട്ട് വാങ്ങി വെക്കണം. അമ്മാവന് കൊടുക്കാനുള്ളതാണ് ഇത് മുത്തശ്ശനുള്ളതാണ്, ഇത് ഉണ്ണിക്കുള്ളതാണ് എന്നും പറഞ്ഞു. എന്ത് വസിഷ്ഠർ വെവ്വേറെ കൊടുത്തയച്ചിട്ടുണ്ട്. മുത്തശ്ശൻ ആരാണ്? അശ്വപതി രാജാവ്. അമ്മാവൻ ആരാണ്? രാജാവിൻ്റെ മകൻ ഉണ്ണി, അദ്ദേഹത്തിന്. പിന്നെ ഉണ്ണി പറഞ്ഞതോ ഭരതകുമാരന് ഉള്ളത് കൊടുക്കും ചെയ്തു. ഇത് പറയുകയും ചെയ്തു, രാജകുമാര അതിൽ മുത്തശ്ശന് 20 കോടി ഉണ്ട്, അമ്മാവന് 10 കോടി ഉണ്ട്. അതിൽ എത്രയുണ്ട്? നാണയങ്ങളെ മുത്തശ്ശന് കുറേ അധികം ഉണ്ട്, 20 കോടി 10 കോടി ഉണ്ട്, അത് വെച്ചോളൂ എന്നും പറഞ്ഞു. എന്നിട്ട് അങ്ങോട്ട് സമർപ്പിച്ചു കൊടുത്തു. ഭരതൻ ഇതൊക്കെ വലിയ സ്നേഹത്തോടെ സ്വീകരിച്ചു വാങ്ങി വേണ്ട മാതിരി മുത്തശ്ശനും അമ്മാവനൊക്കെ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അവരവിടെ ചെന്ന് നമസ്കരിച്ച് അമ്മയുടെ അച്ഛനാണ്, വലിയ കേമനാണല്ലോ, അദ്ദേഹത്തെ മുത്തശ്ശൻ്റെ കാൽക്കൽ നമസ്കരിച്ചിട്ട് പറയുകയും ചെയ്തു, എന്തായാലും ഞാനേ അച്ഛൻ എന്തോ കാര്യമായിട്ട് കണക്കാക്കിയിട്ടുണ്ടാവും. ഈ ദൂതന്മാരുടെ അടുത്ത് വന്നിട്ട് ഭരതൻ വലിയ ഒരു പ്രത്യേക ഒരു സമ്പ്രദായത്തിൽ ഇങ്ങനെ ചോദിച്ചു, ധൃതി കാണിച്ചിട്ട് ചോദിച്ചു, അച്ഛന് വയ്യായൊന്നുമില്ലല്ലോ അവിടെ? ആര് ചോദിച്ചു? ആദ്യം ചോദിച്ച വർത്തമാനം. അതായത് നോക്കൂ, അച്ഛനെ കുഴപ്പമൊന്നുമില്ലല്ലോ. ദൂതാനുവാച ചോദിച്ചു, കച്ചിൽ സുകുശലീ രാജ, അച്ഛൻ കുശലീച്ച സുഖമായിട്ടിരിക്കുന്നില്ലേ? അതായത് പിതാ ദശരഥോ മമ, ദശരഥ മഹാരാജാവ് എൻ്റെ അച്ഛൻ സന്തോഷമായിട്ടിരിക്കുന്നില്ലേ? വിഷമമൊന്നുമില്ലാതെ. കച്ചിത് ആരോഗത രാമേ ലക്ഷ്മണേ ച മഹാത്മനി, എൻ്റെ വലിയേട്ടൻ രാമനും ഉണ്ണി ലക്ഷ്മണനും വയ്യായൊന്നുമില്ലല്ലോ, അവർക്ക് വിഷമമൊന്നുമില്ലല്ലോ അല്ലേ? ചോദിച്ചു ആര്യാച ധർമ്മനിരത ധർമ്മജ്ഞ ധർമ്മദർശിനി അരോഗാചാപി കൗസല്യ മാതാ രാമസ്യ ധീമത. ഞങ്ങളുടെ വല്യമ്മേ പേരശ്ശിണ്ടല്ലോ, അതാര്? കൗസല്യമ്മ. എങ്ങനെ? ആര്യ, എല്ലാവരെക്കാളും വലിയ സ്ഥാനമുള്ള വല്യമ്മേനെ. ആ അമ്മ ധർമ്മനിരത, എപ്പോഴും ധർമ്മത്തിൽ നിന്നൊരു ലവലേശം തെറ്റാത്ത വല്യമ്മയുണ്ടല്ലോ. എങ്ങനെ? ധർമ്മജ്ഞ, ധർമ്മം നല്ല നിശ്ചയുള്ള ആളാണ്, ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തരാറുണ്ട്. വേണ്ടതും വേണ്ടാത്തതൊക്കെ എങ്ങനെയാ ഉണ്ണിയെ വേണ്ടത്, എങ്ങനെയാ ഉണ്ണിയെ വേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നെ പേരശ്ശമ്മയാണ്. ആ പേരശ്ശമ്മയ്ക്ക് ധർമ്മദർശിനി, എവിടെ നോക്കിയാലും ധർമ്മം മാത്രമേ അമ്മ കാണുള്ളൂ, ചിത്തത്തൊന്നും ആര് കാണില്ല. കൗസല്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പേരെന്താണ്? ധർമ്മദർശിനി. നമ്മൾ മന്ധര പണ്ട് കോണി ഇറങ്ങി വരുമ്പം മന്ധരയെക്കുറിച്ച് പറഞ്ഞൊരു വാക്കെന്താണ്? പാപദർശിനി. എന്താണ് വ്യത്യാസം മനസ്സിലാവുണ്ടോ? പാപദർശിനി അർത്ഥം എന്താ? എവിടെയും ദുഷ്ടത കാണുന്നോള്. ധർമ്മദർശിനി എന്തിലും നന്മ കാണുന്നോള്. ദർശനത്തിന് വ്യത്യാസമുണ്ട്. അപ്പൊ ധർമ്മദർശിനി അരോഗാചയോ, അപ്പി രോഗമൊന്നും ഇല്ലാണ്ടിരിക്കുന്നില്ലേ ഞങ്ങളുടെ പേരശ്ശിയമ്മ കൗസല്യമ്മ. മാതാ രാമസ്യ ധീമത, ഞങ്ങളുടെ വലിയേട്ടൻ്റെ അമ്മ സുഖമായിട്ടിരിക്കുന്നില്ലേ ചോദിച്ചു. കച്ചിൽ സുമിത്ര ധർമ്മജ്ഞ, ചെറിയമ്മ ചിറ്റ സുമിത്ര ചിറ്റേ സുഖമായിട്ടിരിക്കുന്നില്ലേ. ജനനീ ലക്ഷ്മണസ്യ, ഞങ്ങളുടെ ഉണ്ണി ലക്ഷ്മണൻ്റെയും ഈ ശത്രുഘ്നുണ്ണിയുടെയും അമ്മയുണ്ടല്ലോ അല്ലെ, ആ ഞങ്ങളുടെ സ്വന്തം അമ്മ ശത്രുഘ്നസ്യ ച വീരസ്യ സാ അരോഗാചാപി മധ്യമ, അമ്മയ്ക്ക് വയ്യൊന്നുമില്ലല്ലോ. അപ്പം ഇങ്ങനെ ധൃതി പിടിച്ച് നിങ്ങൾ പേപ്രാളപ്പെട്ട് വന്നത് കണ്ടപ്പോൾ ചോദിക്കുകയാണേ, എന്ത് രോഗമൊന്നും ഇല്ലല്ലോ. പിന്നെ ആത്മകാമ സദാചണ്ഡി ക്രോധന പ്രാജ്ഞമാനിനി അരോഗാചാപി കൈകേയി മാതാമേ കിമുവാച. ആ പയ്യൻ ചോദിച്ചത് കേട്ടാൽ തന്നെ അമ്മയെക്കുറിച്ച് രൂപം കിട്ടിയില്ലേ? എന്താ ചോദിച്ചത്? ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ആളാണ് ആര്? ഇവിടുത്തെ ഒരു കുത്തിത്തിരിപ്പ് ആർക്കറിയില്ല. ഭരതൻ അറിയില്ല, പറഞ്ഞിട്ടില്ല. ഭരതൻ അമ്മയെക്കുറിച്ച് കൗസല്യയെക്കുറിച്ച് ചോദിച്ച വർത്തമാനം എന്താണ്? എന്തൊരു സുമിത്രമ്മയെക്കുറിച്ച് എന്തോ ഒരു ഭംഗി ചോദിക്കുകയാണേ. ആത്മകാമ സ്വന്തം കാര്യം നേരെയാക്കാൻ മിടുക്കുള്ളോള്, അവനോന് കാര്യം നേരെയാക്കാൻ മിടുക്കുള്ളോള്. സദാചണ്ഡി പറഞ്ഞാൽ മിറ്റടിച്ച ചണ്ടിയല്ല, പിന്നെന്താ? എപ്പോഴും ക്രൂര സ്വഭാവക്കാരി. ചണ്ട സ്വഭാവം, ക്രൂര സ്വഭാവക്കാരി. ക്രോധന, ദേഷ്യപ്പെട്ട നടക്കണോളാണ്. എപ്പോഴും പ്രജ്ഞമാനിനി, വലിയ വിവരമുള്ളോളാന്ന നാട്യം.
അങ്ങനെയുള്ള ആര് അരോഗ ചാപികൈകേയി മാതാമേ, എൻ്റെ അമ്മയില്ലേ. അപ്പം അമ്മയുടെ ഒരു മേൽവിലാസം കിട്ടിയില്ലേ നോക്കൂ. അപ്പം ഭരതൻ അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറ്റ് രണ്ടമ്മമാരെ ആദ്യം ചോദിച്ച ഒടുക്കം തൻ്റെ അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ ഭാവവും ഭാഷയും പ്രകാരവും ശ്രദ്ധിക്കൂ. ഇങ്ങനെയൊക്കെയാണ്. അമ്മയ്ക്ക് രോഗമൊന്നും ഇല്ലല്ലോ അല്ലേ ചോദിച്ചു. ഇതൊക്കെ കേട്ടപ്പം ഈ ദൂതന്മാരൊന്നും മിണ്ടിയില്ല. ദൂതന്മാരെന്താ പറഞ്ഞതെന്നറിയൂ? അവർ കേട്ടപ്പോൾ പറഞ്ഞു, കുശലാസ്തേ നരവ്യാഘ്ര യേഷാം കുശലമിച്ഛസി. ഉണ്ണി ആർക്കൊക്കെ നന്മ ഉണ്ടാവണം എന്നാ കണക്കാക്കുന്നത്, അവർക്കൊക്കെ നന്മ എന്നങ്ങോട്ട് കൂട്ടിക്കോളൂ എന്നും പറഞ്ഞു. ആരുടെയും പേര് പറഞ്ഞ് നന്മ പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? ഉണ്ണിപ്പം ആർക്കൊക്കെ നന്മ ഉണ്ടാവണം എന്നാ നിരീക്ഷിച്ചത്, അവർക്കൊക്കെ നന്മയെന്ന് കൂട്ടിക്കോളൂ. ശ്രീശ്ചത്വം വൃണുതേ പത്മായുജ്യതാം ചാപിതേ. ഉണ്ണിക്ക് നന്മ ഉണ്ടാവാൻ പോകണുണ്ട് എന്നും പറഞ്ഞു. എന്താണെന്നൊന്നും പറഞ്ഞില്ല. ഉണ്ണി നിരീക്ഷവർക്കൊക്കെ സന്തോഷവും സമാധാനമാണ്, നന്മ ഉണ്ടാവാൻ പോകണുണ്ട് കുട്ടിയെ. ഭരതൻ എന്താ ചെയ്യാൻ ആ ദൂതന്മാരുടെ വർത്തമാനം കേട്ട് ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ എന്താണ്ട് വൃച്ഛേഹം മഹാരാജ്യം ദൂതാഹ. മഹാരാജാവരോട്, മുത്തശ്ശ എന്താ ശരി, ഇവരെന്നെ ധൃതിപ്പെടുത്തണോ? എന്താ പറയണു? ഇവരെന്നെ ധൃതിപ്പെടുത്ത ശരത്ത് എന്താ? കലശല് കൂട്ടണോന്ന്. എന്തിന്? അപ്പോൾ പോവാ അങ്ങനെയുണ്ടല്ലോ. ഭാര്യ ഭർത്താവും കൂടി പോകാൻ പുറപ്പെട്ടാൽ ഭർത്താവ് ആദ്യം മുണ്ടും ചീറ്റിട്ട് കുപ്പായം വാരിയിട്ട് മുറ്റത്തിറങ്ങി നിൽക്കും. അക്ഷയണേ നിക്കോന്നേ പോവാ യമ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. എന്ത് ചുട്ടി കുത്തലോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അപ്പോഴേക്ക് പോവാ പറയുമ്പം പിന്നെ കലഹത്തിന് അന്ന് വേറെ ഒന്നും കണ്ടില്ലേ? അങ്ങനെ ഒരു വെപ്രാളപ്പെടുത്തുന്ന സ്ഥിതി കണ്ടില്ലേ? അപ്പം ഈ എന്താ വെച്ചാൽ ഈ ഭരതന് ഈ അവസ്ഥകളോ സ്ഥിതികളോ ഒന്നും അറിയില്ല. ദൂതന്മാരേത് സ്ഥിതി എന്നാണ് വരണത്? രണ്ടുണ്ണിയോള് കാട്ടിക്ക് കഷ്ടത്തിലായിട്ട് പോയി. ഒക്കെ കശപിശ നാട്ടിൽ. രാജാവ് മരിച്ചും പോയി. ആരും നോക്കി നടത്താൻ നാട്ടിലില്ല. ശവശരീരം നോക്കൂ, ശവദാഹം പോലും കഴിക്കാതെ ഒരു എണ്ണത്തോണിയിലിട്ടിരിക്കുക. അതായത് ആ കുടുംബത്ത് ഒരു ശവശരീരം, നമ്മൾ എണ്ണത്തോണിയിലിരിക്കുന്ന ശവശരീരം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മരിച്ചതിൻ്റെ പിണ്ടോ സംസ്കാരമോ ചെയ്യാത്തതായ ഗൃഹമാണ്. അപ്പം അവിടെ ഇന്നൊരു നമ്മുടെ നാട്ടിൽ മരിച്ചതിൻ്റെ ക്രിയ കഴിഞ്ഞു, ശവമൊക്കെ ദഹിപ്പിച്ചു, പിന്നെ നമ്മൾ പേല എണ്ണി തീർത്ത് ക്രിയയും ചെയ്ത് പൂർത്തിയാക്കി എന്താവും? ശുദ്ധാവും. ഇതിപ്പോൾ എന്താ കഥ? ഈ ശവമായിട്ടാണ് എന്ത് ചെയ്യണത്? വല്ലാത്തൊരു ദുരിതാണത്. ആ ശവം കൊണ്ട് കാത്തിരിക്കണേ. എന്തല്ലേ സ്ഥിതി? നമ്മൾ മരിച്ചു പോയി, കഷ്ടം തന്നെ. ആർക്കപ്പോൾ സഹിക്കില്ല. എന്നാൽ അതിൻ്റെ അനന്തരക്രിയകൾ അതിന് പാകതയുള്ളവർ മുമ്പിൽ നിന്ന് ചെയ്യിക്കല്ലേ പതിവ്. നമ്മുടെയൊക്കെ നാട്ടിലും എല്ലാ സമ്പ്രദായത്തിലും അങ്ങനെയല്ലേ പതിവ്. ഇത് അതിനൊന്നും നിവൃത്തിയില്ലാതെ കണ്ട് അപ്പോൾ ആ കുടുംബത്തിൽ തലതല്ലി നിലവിളിച്ചും കൊണ്ടിരിക്കുക എല്ലാവരും ആഹാരം കഴിക്കേണ്ടാവില്ല, വെള്ളം കുടിക്കേണ്ടാവില്ല. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് നിർബന്ധിച്ച് എവിടെന്നെങ്കിലും കൊണ്ടുവന്ന് കൊടുത്ത് ചിലപ്പോൾ എന്തെങ്കിലും. എന്നാൽ ഒരു വ്യവസ്ഥയും സ്ഥിതിയില്ല. അതൊരു നരക ജീവിതം ഇരിക്കുന്നത്. ആ അവസ്ഥ അല്ല, ശരി തന്നെയല്ല. ഒന്ന് ചിന്തിച്ചു നോക്കാ പറഞ്ഞത്. ആ അവസ്ഥ ഉള്ളിൽ വെച്ചിട്ട് വന്നവരാണ് ആര്? ദൂതന്മാർ. ഭരതനാണെങ്കിലോ ഇതൊന്നും ആകെ ഒരു സ്വപ്നം കണ്ട വെപ്രാളാണ് ആരുടെ കയ്യിലിരിക്കണത്? സ്വപ്നം കണ്ട് വെപ്രാളപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിനൊരു യുക്തി പറയാമല്ലോ. അങ്ങനെ നമ്മൾ എന്തൊക്കെ കാണും സ്വപ്നം? അത് കുറച്ച് കഴിഞ്ഞാൽ മറന്നുപോയി നമ്മൾ നമ്മുടെ പാട്ടിന് പോവല്ലേ ചെയ്യുക. അപ്പോൾ അതിനൊരു കാര്യം പറയാനില്ല. അപ്പോൾ പറഞ്ഞു, വേഗം വരൂ ഉണ്ണി, വേഗം വരും. അപ്പോൾ ഉണ്ണി പറഞ്ഞു, മുത്തശ്ശ ഞാൻ വേഗം പോവുകയാണ്, ഇവരെന്നെ ത്വരിതപ്പെടുത്തണോ വെച്ചാൽ ധൃതി കൂട്ടിക്കണോ, പോവുകയാണ് എന്നും അങ്ങനെ കുമാരൻ പോവാനായിട്ട് യാത്രയും പറഞ്ഞ് പുറപ്പെട്ട സമയത്ത് എന്താ വെച്ചാൽ അച്ഛൻ, അതായത് കൈകേയിയുടെ അച്ഛൻ, ഉണ്ണിയുടെ മുത്തശ്ശൻ ഭരതനെ അടുത്തേക്ക് വിളിച്ചിട്ട് നല്ലോണം യാത്ര പറഞ്ഞ സമയത്ത് കെട്ടിപ്പിടിച്ച് മൂർധാവിലൊരു ഉമ്മ കൊടുത്ത് ഉണ്ണീന്നാ പോയിട്ട് കുറേ കാലമായിട്ട് ഉണ്ണി ഇവിടെയാണ്. ഇത് ഇവിടുത്തെ മാതിരിയായി. ഇപ്പം ഇത് 13 കൊല്ലമൊക്കെ മകളുടെ ഉണ്ണിയുള്ള 2 എണ്ണം ഇവിടെ വന്ന് നിന്നാൽ ഇവിടുത്തെ ഒരു പ്രകൃതിയായിട്ട് ചേരില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു സ്വന്തം മക്കളെ പോലെ ആയിട്ടുണ്ടാവുകയെ. ഉണ്ണി പൊക്കോളൂ. എന്തായാലും അച്ഛനും അവിടെയൊക്കെ അങ്ങനെ വിളിക്കുമ്പോൾ അതേ കാര്യമില്ലാണ്ടേ വിളിക്കില്ലേ, പൊക്കോളൂ ഉണ്ണി പൊക്കോളൂ. അതുകൊണ്ട് ഉണ്ണി പൊക്കോളൂ. പോകുമ്പോൾ എന്തേ വേണ്ടു വെച്ചാലേ വേണ്ട മാതിരി സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവിടെ ചെന്നാലേ ഉണ്ണി മുത്തശ്ശൻ പറഞ്ഞു, അച്ഛനോട് മുത്തശ്ശൻ ചോദിച്ചത് പറയണം കേട്ടോ. അമ്മോടും കൗസല്യമ്മോടും സുമിത്രമ്മോടും ഉണ്ണിയുടെ അമ്മോടൊക്കെ പറയണം. പിന്നെ ഉണ്ണിയോളോടും പറയണം. ഏത് ഉണ്ണിയോള്? അത് വലിയേട്ടനെ. പിന്നെ കുഞ്ഞുണ്ണിയുണ്ടല്ലോ, ആര്? ലക്ഷ്മണനും ശത്രുഘ്നനും. അവരോടൊക്കെ മുത്തശ്ശൻ ചോദിച്ചു എന്ന് പറയണം. പിന്നെ എന്താ വെച്ചാൽ ഇതൊക്കെ കൊണ്ടുപോയിക്കോളൂ. കെ രാജാവാണെങ്കിൽ അവിടെ നിന്നാണെങ്കിൽ 20,000 10,000 മറ്റേ ജാതി 1000 ഒക്കെ സ്വർണ്ണ നാണയം രത്നമൊക്കെ കൊടുത്തയച്ചില്ലേ, പലതും കൊടുത്തു. അതെന്താ വെച്ചാൽ അവിടെ നിന്ന് വേറെ വസ്തുക്കൾ കൊടുത്തയച്ച് തരംതിരിക്കാനും വേർപെടുത്താനും ഒരുക്കാനും ഒന്നുള്ള നേരമില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളതുകൊണ്ട് കുറച്ച് പണം അങ്ങോട്ട് കണക്കിൽ
കുറച്ച് കിടക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തയച്ചതാണ്. പക്ഷേ ഇവിടുന്ന് കേകയത്തുനിന്ന് രാജാവ് എന്താ കൊടുത്തയക്കണേന്നറിയോ? നല്ല ആനകളെ, അതുപോലെ കരിമ്പടം പറഞ്ഞ എന്താ, കമ്പളം, ഒന്നാം തരം കമ്പള വസ്ത്രം, മാൻതോല്, പിന്നെ കുറേ പണവും കൊടുത്തു. എന്നിട്ട് കേകയ രാജാവ് എന്ത് ചെയ്തു? 2000 നോക്കൂ ഈ വലിയ നിഷ്കകൾ, നാണയങ്ങൾ, 2000 നാണയങ്ങൾ വേറെ കൊടുത്തു. പിന്നെ ഒരു 1000 ചില്ലാനം 1600 കുതിരകളെ വേറെ കൊടുത്തു. ഈ ജാതി സാധനങ്ങളും ഒക്കെ ആയിട്ട് സൽക്കരിച്ചിട്ടാണ് ആര് വിട്ടത്? അവിടുന്ന് കൊടുത്തയച്ചതിന് ഇരട്ടി ആരും ഇവിടുന്ന് കൊടുത്തയച്ചു. ഈ കേകയം എന്ന് പറഞ്ഞ ആ കമ്പളമൊക്കെ കൊടുത്തയച്ചു എന്ന് പറഞ്ഞാൽ യുക്തി ഉണ്ട്. എന്താ കാരണം? കേകയം കുറച്ചും കൂടി ഈ ഹിമാലയത്തിൻ്റെ അങ്ങോട്ട് ചേർന്ന് പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ഇത്തിരി ഉള്ളൊരു ഭാഗം ആയതുകൊണ്ട് അവിടെ ഈ കമ്പള വസ്ത്രങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ആ നാട്ടിൽ പ്രത്യേകം ഉണ്ടാവുന്ന വസ്ത്രങ്ങളാണ്. അതൊക്കെ കെട്ടി നല്ലോണം ഇത്ര സമ്മാനമായിട്ട് ആർക്ക് കൊടുത്തയച്ചു? അങ്ങോട്ട് കേകയത്തുനിന്ന് മറ്റേ അശ്വപതി മഹാരാജാവ് ഈ ദശരഥ മഹാരാജാവിനായിട്ട് കൊടുത്തയച്ചു. അങ്ങനെ കൈകേയി പുത്രൻ ഭരതൻ ഇതൊക്കെ വാങ്ങിയിട്ട് പോവാനുള്ള തിടുക്കം കൊണ്ട് ഇത്രയും സാധനങ്ങൾ തിടുക്കപ്പെട്ട് കൊണ്ടുപോകാൻ പാടാണ്. ഇപ്പം ഭരതൻ പറഞ്ഞു, മുത്തശ്ശനൊരു കാര്യം ചെയ്തോളൂ, ഞാനേ ആദ്യം ഇങ്ങോട്ട് പോവുക, മറ്റേ സാധനങ്ങളൊക്കെ അടുത്ത വണ്ടിയിൽ ടോറസിൽ പിന്നാക്കം വന്നോട്ടെ, അല്ലാതെ ഇത് ഏറ്റി കൊണ്ടുപോകുമ്പോൾ എന്ത് പോകും? സമയം കുറേ നഷ്ടപ്പെടും. ഇവർ ധൃതിപ്പെടുത്തണ്ടേ, കാര്യമായിട്ട് എന്തോ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ധൃതിയിൽ പോവാൻ പുറപ്പെട്ടപ്പം ആ ഭരതൻ അന്തപുരത്തിൽ ചെന്ന് മുത്തശ്ശിമാരൊക്കെ ഉണ്ടാവില്ല, എല്ലാവരെയും തൊഴുതു നമസ്കരിച്ചു. എല്ലാവരും ഈ ഭരതൻ്റെ പുറപ്പാട് കണ്ടപ്പം ആരും തടഞ്ഞില്ല. എന്താ കാരണം? ഈ വന്നോരിത്തിരി ധൃതിയിലാണ് ഈ വന്നത്. അപ്പം എന്തോ കാര്യം അവിടെ ഉണ്ട്, വിശേഷാല പുണ്യം അവിടെ വേണ്ടിവരും. എല്ലാവരും നിരീക്ഷിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? അത് തന്നെയാവും ഇത്. അല്ലെങ്കിൽ ഇത്ര ധൃതി കൂട്ടില്ലല്ലോ. എന്താവും? അതന്നെയാവും. അപ്പം അതുകൊണ്ട് ഉള്ളിലൊക്കെ എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്. നന്നായി. എന്തായിരിക്കും? പിന്നെ രാമൻ്റെ അഭിഷേകം, അതിന് ഉണ്ണി മുമ്പിൽ വേണമല്ലോ. അതാവും. അതാണ് ധൃതിയിലേ കൊണ്ടുപോകണത്. നന്നായി, നല്ല കാര്യമല്ലേ. അപ്പം എല്ലാവരും ഉള്ളിലൊന്ന് സന്തോഷിച്ചിട്ടാണ് ആരെ പറഞ്ഞയക്കണത്. അങ്ങനെയൊക്കെ ആയിരിക്കും അവർ വിചാരിച്ചത്. പാവം അവിടുന്ന് അയോധ്യയുടെ നേരെ ആര് പുറപ്പെട്ടു? ഈ ദൂതന്മാരുടെ കൂടെ ധൃതിയിൽ പുറപ്പെട്ട് പോരുന്ന സമയത്ത് പറയുക വെച്ചാൽ അവരവിടുന്ന് നേരെ ധൃതിയിലാണ് പോകുന്നത്. പോന്ന് അവിടുന്ന് പല ജാതി പുഴകൾ ഒന്ന് ആ വഴി തിരിച്ചു വരുമ്പോഴും തിരിച്ചു വരുമ്പോഴത്തെ വഴിയൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. അവരവിടുന്ന് കിഴക്കോട്ട് കുറച്ചും കൂടെ പോകുന്നപ്പോൾ എന്താ അയച്ചാൽ ഹ്ലാദിനി എന്ന് പറഞ്ഞൊരു പുഴയുടെ കരയിലെത്തി. ഈ ഹ്ലാദിനി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പുഴയാണ്. അതും കടന്ന് പോകുന്ന ശതദ്രു എന്ന് പറഞ്ഞൊരു പുഴയിലെത്തി. ശതദ്രു എന്തല്ലേ നല്ല ഭംഗിയുള്ള പേരാ പുഴയുടെയൊക്കെ പേര്. ശതദ്രു പുഴയും കടന്ന് അവർ പോകുന്ന എവിടെ എത്തിയെന്നറിയോ? ഐലധാനി എന്ന് പറഞ്ഞൊരു ദിക്കിലെത്തി. ആ പുഴയും കടന്ന് അപരപർപ്പടകം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ദേശവും കടന്ന് ദേശം കടന്നിട്ട് ധാരാളം ഈ പാറക്കല്ലുകൾ ഇങ്ങനെ പിന്നെ കിടക്കണ പുഴയുണ്ട്. പാറ ഇങ്ങനെ കുറേ പാറകൾ മൂടി കിടക്കുന്ന ഒരു പുഴയുണ്ട്. ആ പുഴയുടെ പേരെന്താണെന്നറിയോ? ആ പുഴയുടെ ആകുർവതി എന്ന് പറഞ്ഞ് ആ പുഴയുടെയും ഇതും ചാടിക്കടന്ന് അവരെവിടെ എത്തി? ശിലാവഹ എന്ന് പറഞ്ഞ പുഴയും കടന്നു ചൈത്രരഥം എന്ന് പറഞ്ഞ കാട്ടിലെത്തി. ചൈത്രരഥക്കാട്ടിൽ നിന്ന് സരസ്വതി നദിയും കടന്ന് ഗംഗ പടിഞ്ഞാട്ട് ഒഴുകുമ്പോൾ പല ശാഖയിൽ ഒരു ശാഖയുണ്ട്, സിന്ധു എന്ന് പറയും. ആ സിന്ധുവും കൂടിച്ചേരുന്ന സ്ഥലത്തുനിന്ന് അപ്പുറത്തേക്ക് കടന്ന് മത്സ്യരാജ്യത്തെത്തി. മത്സ്യരാജ്യത്തിൻ്റെ വടക്കേ അറ്റത്ത് ഭാരുണ്ടം എന്ന് പറഞ്ഞൊരു വലിയ കാട്ടിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. ആ കാട് കടന്ന ഒരു ധാരാളം വെള്ളം ഇങ്ങനെ തള്ളി ഒഴുകണേ അനവധി പർവ്വതങ്ങളുടെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്ന പുഴകളുണ്ട്. അതൊക്കെ കടന്നിട്ട് കലിംഗ എന്ന് പേരായ പുഴയും കടന്ന് യമുന നദിയുടെ തീരത്ത് ചെന്നെത്തി. യമുനയുടെ തീരത്ത് നിന്ന് അവരെ കുറേ ഇങ്ങോട്ട് പോന്നപ്പം ഇത്തിരി ക്ഷീണം തോന്നി, ഒന്ന് വിശ്രമിച്ചു. ഇത്രയും നേരം അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് വിശ്രമിച്ചത് കേട്ടിട്ടില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് ഇത്തിരി വിശ്രമിച്ചതിൻ്റെ ശേഷം കുതിരയ്ക്ക് വെള്ളം കൊടുക്കാനും പുല്ല് കൊടുക്കാനും ഒക്കെ ആവും വിശ്രമിക്കണതേ. അങ്ങനെ വിശ്രമിച്ചതിൻ്റെ ശേഷം എല്ലാവരും പുഴയിലൊന്ന് ഇറങ്ങി കുളിച്ച് ശരീരമൊക്കെ ഒന്ന് തണുപ്പിച്ചതിൻ്റെ ശേഷം കുതിരകൾക്ക് ഒത്തിരി വെള്ളം കൊടുത്ത് വെള്ളം തേവുക പറഞ്ഞാൽ മനസ്സിലാവേ, കുതിരയൊക്കെ ഒന്ന് തേവി കുളിപ്പിച്ച് നേരെയൊക്കെ ഇട്ട് പുല്ലും കൊടുത്ത് യമുന നദിയിലാണ് അവർ ഇറങ്ങി കുളിച്ച് ഒന്ന് ശാന്തമാക്കി വരുത്തിയതേ. എന്നിട്ട് വെള്ളവും കുടിച്ച് അവരെന്ത് ചെയ്തു? നല്ലോണം അവിടുന്ന് പോന്നു. അങ്ങനെ അവിടുന്ന് അവർ പോന്നിട്ട് തേരിൽ സഞ്ചരിച്ച് പോകുന്ന ധാരാളം ദേശങ്ങളൊക്കെ കടന്ന് പോന്നിട്ട് അംശുധാനം എന്ന് പറഞ്ഞ ഗ്രാമത്തിലെത്തി. ആ ഗ്രാമത്തിൽ നിന്ന് അവർ പ്രാഗ്വടം എന്ന പേരായിരുന്നു ഇതിലേക്ക് പോയത്. പ്രാഗ്വടത്തിൽ നിന്ന് ഗംഗ കടന്ന് കുട്ടിക്കോഷ്ടിക എന്ന് പറഞ്ഞൊരു പുഴയും കടന്ന്
ആ പുഴയുടെ തീരത്തിൽ കൂടി അവരെവിടേക്ക് നിന്നു. ധർമ്മവർദ്ധനം എന്ന് പറഞ്ഞ ദേശത്തെത്തി. ആ ധർമ്മവർദ്ധനം എന്ന് പറഞ്ഞ ദേശത്തെത്തിയിട്ട് തോരണം എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ തെക്കേ ഭാഗത്തിൽ കൂടി ജംബൂപ്രസ്ഥം എന്ന പേരായ ഗ്രാമത്തിലെത്തിയിട്ട് അവിടെ നിന്ന് അവർ നോക്കൂ വരൂഥം എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് പോയി. ഇതൊക്കെ ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് അന്നത്തെ. അങ്ങനെ പോയ യാത്രയുടെ വഴികളാണ് പറയുന്നത്. പോന്ന് അവർ കിഴക്കേ ദിക്കിനെ ലക്ഷ്യമാക്കി കിഴക്കോട്ടാണ് പോകുന്നത്. കിഴക്കോട്ട് ലക്ഷ്യം വെച്ച് പോന്ന് ഉജ്ജിഹാന എന്ന് പറഞ്ഞൊരു നഗരിയിൽ ചെന്നെത്തിപ്പെട്ടു. ഈ ഉജ്ജിഹാനയിൽ അവിടുന്ന് സർവതീർത്ഥം എന്ന് പറഞ്ഞ ഗ്രാമത്തിലും അവിടെ ആ സർവതീർത്ഥ ഗ്രാമത്തിൽ ഒന്ന് താമസിച്ച് ഉത്താനക എന്ന നദിയും കടന്ന് അനവധി പുഴകളും കടന്ന് അവരെവിടെ എത്തി? ഹസ്തിപൃഷ്ഠം എന്ന് പറഞ്ഞ ഗ്രാമത്തിലെത്തി. അവിടുന്ന് കപീവതി എന്ന് പറഞ്ഞ പുഴയും മറികടന്നിട്ട് അവർ ഏകസാലം എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ സ്ഥാണുമതി എന്ന് പറഞ്ഞൊരു നദിയും കടന്നിട്ടാണ് പോകുന്നത്. ഇതൊക്കെ ഇപ്പം എന്തിനാ പറയണത് തോന്നും. ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? പറഞ്ഞ് കേട്ടിട്ട് നമുക്കിപ്പോൾ ആ വഴി പോകാനും അറിയാനൊന്നുമില്ല. ആ ദൂതന്മാർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുട്ടിയെ കൊണ്ടുവരാൻ അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് പോകുന്നതും. അന്നത്തെ കാലത്തെ വഴികളും അന്നത്തെ കാലത്തെ യാത്രയുടെ സൗകര്യങ്ങളും അയോധ്യ കേകയം എന്ന് പറഞ്ഞ രണ്ട് രാജ്യങ്ങളുടെ അകലും. ഇത്ര അകലത്തിരിക്കുന്ന ഒരു നാട്ടിൽ പോയിട്ടാണ് ദശരഥൻ ആരെ കല്യാണം കഴിച്ചതും. ചിന്തിച്ചു നോക്കൂ, വെറുതെ ചിന്തിച്ചു നോക്കൂ ഇല്ലേ? ആരെങ്കിലും പോവുക അങ്ങനെയൊക്കെ കല്യാണം വേണ്ടാന്ന് പറഞ്ഞിരിക്കല്ലോ. അത്രയ്ക്ക് പേര് കേട്ട പെൺകുട്ടി ആയതുകൊണ്ടാവുമല്ലോ അവിടെ പോയിട്ട് ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ശരിയല്ലേ ഇത്? അതൊന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അവരവിടുന്ന് ഏകസാലം ഗ്രാമത്തു നിന്ന് ഗോമതീ നദിയും കടന്ന് കലിംഗ നഗരത്തിലെത്തി. കലിംഗത്ത് നിന്ന് അവർ പോന്നിട്ട് എന്ത് ചെയ്തു? ഭരതൻ രാത്രി സമയത്ത് അതിവേഗം പോന്ന് അയോധ്യ നഗരം കണ്ടു. അയോധ്യയിൽ എത്തിയിട്ടില്ല, ദൂരേന്ന് നോക്കിയാൽ കാണാമല്ലോ. അയോധ്യ കണ്ട്. അയോധ്യ ഇങ്ങനെ കണ്ടപ്പം ചോദിച്ചു ഈ വണ്ടി ഓടിച്ചു പറഞ്ഞു ഭരതൻ പോരുന്നത് തേരിലാണ് കേട്ടോ. ഈ ദൂതന്മാർ പോയത് കുതിരപ്പുറത്താണ്. എന്ന് വെച്ചാൽ കുട്ടിയെ നമ്മളങ്ങനെ മോട്ടോർ സൈക്കിളും എത്ര ദൂരം കൊണ്ടുവരിക്കാൻ വയ്യല്ലോ. അപ്പം അതിന് വണ്ടി കാറുണ്ട്. രാജകുമാരനല്ലേ, അതിനിങ്ങനെ ചാടിച്ച് കൊണ്ട് അതിൻ്റെ ഊര പൊളിയില്ലേ? അങ്ങനെ പാടില്ലല്ലോ. കുമാരന്മാരെ കൊണ്ടുവരുമ്പോൾ ഒരു ഭംഗി വേണ്ടേ? അതുകൊണ്ട് ഈ തേര് ഇങ്ങനെ വരുന്ന സമയത്ത് തേരാളിയോട് ചോദിച്ചു, കുതിരപ്പുറത്ത് വരണമെങ്കിൽ കുതിരയെ ആരെന്നെ ഓടിക്കണം? ഈ ഭരതൻ ഓടിക്കണ്ടേ? അത്രയും ദൂരം വാസ്തവം പറഞ്ഞാലേ ഈ അയോധ്യ എന്ന് കേകയത്തിലേക്ക് 7 ദിവസത്തെ യാത്രയുണ്ട്. എത്ര ദിവസത്തെ യാത്ര? 7 ദിവസം നിരന്തരം യാത്ര ചെയ്തിട്ടാണ് ഇവർ എവിടെ എത്തിയത്? ഈ ദൂതന്മാർ കേകയത്ത് വന്നത്. കേകയത്ത് നിന്ന് എത്ര ദിവസം എടുത്തിട്ടുണ്ടാവും? ഇങ്ങടും 7 ദിവസം എടുത്തിട്ടുണ്ടാവുമല്ലോ. കുറച്ചും കൂടി കൂടാനേ സാധ്യതയില്ല. എന്താ കാരണം? ഭരതൻ തേരിലും കൂടിയാണേ. അന്നും അങ്ങനെ ഉണ്ടല്ലോ. എന്നാൽ 7 ദിവസം അങ്ങനെ വളരെ ഏതാണ്ട് സൂര്യോദയം ആവണ നേരത്താണ് അയോധ്യ നഗരി കണ്ടത്. അപ്പം അവിടുന്ന് ചോദിച്ചു, അയോധ്യ ഇങ്ങനെ കണ്ടപ്പം പണ്ടൊക്കെ അയോധ്യ ദൂരേന്ന് കണ്ടാൽ എന്താണ് അവിടുത്തെ ആ കൊടിതോരണങ്ങൾ? അയോധ്യയിലത്തെ ആ രാജാവിൻ്റെ കർണികാരത്തിൻ്റെ കൊടിയൊക്കെ ഇല്ലേ, കൊടിയൊക്കെ ഒന്നും കാണാനില്ല. ഒരു സംഗതി രാജകൊട്ടാരത്തിൻ്റെ ഒന്നും കാണാനില്ലേ. ഒരു ഓരോ ഇറങ്ങിയ മാതിരി, ഒരു ദിക്കിലും വെളിച്ചല്ല, അമ്പലത്തിലൊന്നും പാട്ടില്ല, ആളുകളൊന്നും രാവിലെ ഇറങ്ങി തൊഴുകാൻ പോണില്ല, പിന്നെ നല്ല വൃത്തിയും വെടുപ്പിലും ഉടുത്തോരില്ല, അങ്ങാടിയിലൊന്നും ആൾക്കാരില്ല, കടയൊന്നും തുറന്നതില്ല, കച്ചവടശാലകളൊന്നും ഒന്നുമില്ല. എങ്ങനെ ഇരുന്ന അയോധ്യയാണ്? എന്തൊക്കെ ജാതി വിശേഷമായിട്ടിരുന്ന കച്ചവടം, അതില്ലെങ്കിൽ പലതരത്തിലെ പട്ടും വളകളും അതും ഇതൊക്കെ നിൽക്കണ ആഭരണങ്ങൾ ഒന്നുമില്ലേ. വൈകുന്നേരം ഇങ്ങനെ അസാധാരണഗതിയിൽ വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാർ വ്യായാമമൊക്കെ കഴിഞ്ഞ് ചെറുപ്പക്കാരൊക്കെ വന്നിരിക്കണേ. എന്തുണ്ട്? ഈ പാർക്കൊക്കെ ഉണ്ട്. പാർക്കിലൊന്നും ആരും ഇല്ല. വെറുതെ ഉദ്യാനാനി ച സായാഹ്നേ ക്രീഡിത്വോപരതൈർനരൈഹി. കണ്ടോ? ക്രീഡിത്വോപരതേ, കളികളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആളുകൾ വിശ്രമിക്കണ പുല്ലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ മലർന്ന് കിടക്കണേ നമ്മുടെ പാർക്കൊക്കെ ഇല്ലേ, അതൊന്നും ആരും ഇല്ലേ. മാത്രമല്ല അമ്പലങ്ങളൊക്കെ കണ്ടാൽ സാധാരണ അടിച്ചു തുടച്ച് വെടുപ്പാക്കിയിട്ട് അമ്പലങ്ങളുടെയൊക്കെ മുറ്റത്ത് കണ്ടാൽ വല്ല കാട്ടമ്പലം പോലെയുണ്ട്. കാട്ടമ്പലം എന്ന് മനസ്സിലാവില്ലേ? വല്ല സർപ്പക്കാവുമായിട്ട് ബന്ധപ്പെട്ട അമ്പലങ്ങളുണ്ടാവും. കൊല്ലത്തിലൊരു ദിവസേ പൂജയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അന്ന് അമ്പലത്തേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ടാവും? അടിച്ച് വെടുപ്പാക്കാനൊക്കെ നല്ലോണം ചപ്പും ചവറും ചെണ്ടിയും അതുപോലെ ചെടിയും മരമൊക്കെ വന്ന് പടർന്ന് പിടിച്ചിട്ട് കണ്ടാൽ പിടിച്ച് കാട്ടിലത്തെ മാതിരി തോന്നില്ലേ?
മാതിരി മനുഷ്യപ്പെരുമാറ്റം ഒരു ദിക്കിലും കാണാനില്ലല്ലോ. എന്താ അപ്പത്? എന്ത് ഇത് ഇവിടെ എങ്ങനെയൊക്കെ ഇരിക്കണത്? സൂതാ ഇതെന്തത് ആര് ചോദിച്ചു? ഭരതൻ ചോദിച്ചു. സൂതനൊന്നും മിണ്ടിയില്ല. എന്താ പറയാനത്? പണ്ടിങ്ങനെ മൃദംഗം, വീണ, ജാതിയൊക്കെ ഇങ്ങനെ കൊട്ടിയും മേളച്ച് ഒരു ശബ്ദവും ഇല്ല. ഇപ്പം ഏത് മാത്രമേ ഉള്ളൂ? ആ ഒരു മറ്റേ രാഗമില്ലേ, ഏത് ആ ദുഃഖം പറയുന്ന പാട്ടില്ലേ, ആ രാഗം മാത്രമേ ഉള്ളൂ. എന്തൊന്നും മനസ്സിലാവണില്ല. എന്താ ഈ കാണണത്? സൂതാ ഇതെന്താ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ? എന്ത് പറ്റി ഇവിടെ? അമ്പലങ്ങളൊന്നും തുറന്നിട്ടും ഇല്ല. എന്താ കാരണം? രാജാവ്